ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരും കഴിച്ച കുട്ടികളും ഡബിൾ ഹാപ്പി ആവുന്ന ഒരു കിടിലൻ ഐറ്റം സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ 1 ടീസ്പൂൺ ഓയിലും 1/4 ടീസ്പൂണിന് താഴെ മാത്രം ഉപ്പും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് റവ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കത് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ചെറിയ ചൂട്ടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തത് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറവാണെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണയിലോട്ടോ അതില്ലെങ്കിൽ ഓയിലിലോട്ടോ ചെറിയ ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അകവും പുറക്കെ നല്ല ക്രിസ്പി ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചീറ്റൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികളെ പറ്റിക്കാനായിട്ട് ഒരു കിടിലൻ ഐറ്റാണിത്. ഇനി അവസാനം ആ ഒരു ചെറിയ ചൂട്ടോട് കൂടി തന്നെ ഒരല്പം മുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടി വെതറി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കിടിലൻ ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചെറിയ ചൂട്ടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ടി റെസിപ്പി മാത്രമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.